കീം 2024 നിങ്ങളുടെ പെർസെൻറ്റേജ് സ്കോർ ഉപയോഗിച്ച് എങ്ങനെ നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കാമെന്ന് പറഞ്ഞിരുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ പെർസെൻറ്റേജും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ എന്താണെന്ന് നോക്കാൻ പോകുന്നത്. കുറച്ച് പേർക്കെങ്കിലും ഇത് അറിയാത്തതുണ്ട്, അതുകൊണ്ടാണ് നമ്മളിത് നോക്കുന്നത്. പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ ഒരു സംഖ്യ മറ്റേ സംഖ്യയുടെ എത്ര ഫ്രാക്ഷൻ എന്നുള്ളത് 100ൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു ഡാറ്റയെ റാങ്ക് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഒരു ആൾക്ക് 100% മാർക്കുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് 100% മാർക്കെന്നല്ല, അദ്ദേഹം ഫുൾ മാർക്ക് നേടിയെന്നല്ല, മറിച്ച് ആ പരീക്ഷ എഴുതിയതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് അദ്ദേഹത്തിനാണ് ലഭിച്ചതെന്നാണ്. ഒരാൾക്ക് 98% സ്കോർ എന്ന് വെച്ചാൽ അത് അർത്ഥമാക്കുന്നത് ആ പരീക്ഷ എഴുതിയ 97% ആൾക്കാരെക്കാളും കൂടുതൽ മാർക്ക് ഈ 98% കിട്ടിയ ആൾക്ക് മാർക്കുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നിങ്ങളുടെ റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒന്നാമതായി വേണ്ടത് നിങ്ങളുടെ കീം എക്സാമിൻ്റെ പെർസെൻറ്റേജാണ്. രണ്ടാമത് മൊത്തം കീം എക്സാം എത്ര പേർ അറ്റൻഡ് ചെയ്തു എന്നുള്ള ഡാറ്റയാണ്. നിലവിലെ സാഹചര്യത്തിൽ എത്ര പേർ മൊത്തത്തിൽ കീം പരീക്ഷ എഴുതിയെന്നോ എത്ര പേർ ക്വാളിഫൈ ആയോ എന്നുള്ള ഡാറ്റ നമ്മളുടെ കയ്യിലില്ല. അതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു 60,000 എന്ന കണക്കാണ് എടുത്തിരിക്കുന്നത്. മുൻ വർഷങ്ങളിലെ താരതമ്യം ചെയ്തിട്ടാണ് ഈ 60,000 എന്ന സംഖ്യ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. റാങ്ക് നിശ്ചയിക്കാനുള്ള ഈ കണക്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടിയ പെർസെൻറ്റേജിനെ 100 കൊണ്ട് ഹരിക്കുക. ഉദാഹരണം, നിങ്ങൾക്ക് കിട്ടിയത് 90 ആണെങ്കിൽ 100 കൊണ്ട് ഹരിച്ചതിന് ശേഷം 0.90. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ പെർസെൻറ്റേജിനെ 100 കൊണ്ട് ഹരിച്ച് വെച്ചിരിക്കുന്ന സംഖ്യയോട് മൊത്തം കീം എക്സാം എത്ര പേർ എഴുതി എന്ന സംഖ്യ, ഇപ്പോൾ നമ്മൾ 60,000 അസ്യൂം ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ കണക്കുകളൊക്കെ താരതമ്യം ചെയ്ത്. പക്ഷേ ഈ സ്ലൈഡിൽ നമ്മൾ 10,000 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രകാരം അത് നിങ്ങൾ ചെയ്യുമ്പോൾ 60,000 ഉപയോഗിച്ച് ചെയ്യുക. ഇപ്പോൾ ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ പെർസെൻറ്റേജിൽ 100 കൊണ്ട് ഹരിച്ചതിന് ശേഷം മൊത്തം പരീക്ഷ എഴുതിയ ആളുകളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചിരിക്കുകയാണ്. ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൊത്തം പരീക്ഷ എഴുതിയ ആളുകളുടെ എണ്ണത്തിൽ നിന്നും ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സംഖ്യ കുറച്ചിട്ട് അതിനോടൊരു 1 ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്റ്റഡ് റാങ്ക് നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഇക്വേഷനിൽ n എന്ന് പറയുന്നത് മൊത്തം പരീക്ഷ എഴുതിയ ആളുകളുടെ എണ്ണവും p എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭിച്ച പെർസെൻറ്റേജുമാണ്. ഇപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 6 ആണ് നിങ്ങളുടെ റാങ്ക്. ഈ റാങ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ കീം മാർക്ക് അടിസ്ഥാനപ്പെടുത്തി മാത്രമുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ കീം റാങ്ക് പ്രഖ്യാപിക്കുന്നത് +2 മാർക്കും കീം മാർക്കും ആഡ് ചെയ്ത് രണ്ടിനും തുല്യ പരിഗണന കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ റാങ്ക് കറക്റ്റ് ആവുന്ന കേസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ +2 മാർക്കുള്ളപ്പോൾ മാത്രമാണ്. +2 മാർക്ക് മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ റാങ്കും വലിയ രീതിയിൽ മാറ്റം ഉണ്ടാകും. അപ്പോൾ അത് +2 മാർക്കും ആഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കറക്റ്റ് റാങ്ക് എങ്ങനെ വ്യക്തമായി കണ്ടുപിടിക്കാമെന്ന് പറയുന്ന ഒരു വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനും ഇതുപോലുള്ള പുതിയ വീഡിയോകളുടെ അപ്ഡേറ്റ്സ് കിട്ടുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തും വെക്കുക.